ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണുസുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോനെ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. അതുൽ വ്ളോഗ്സിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല കേട്ടോ. ഒരു സംഗതി എങ്ങനെയാണ് ട്വിസ്റ്റഡായി പോകുന്നത് ഉള്ള ഒരു സംഗതിയാണ്. കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം പൊട്ടിച്ചിരിച്ചു ഡാൻസ് കളിച്ച രേണുവിനെതിരെ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ. കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം പൊട്ടിച്ചിരിച്ച് ഡാൻസ് കളിച്ച രേണുവിന് എതിരെ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ. അപ്പോൾ നമുക്ക് ഇതെന്തപ്പോൾ സംഭവിച്ചത് എന്നൊരു സംഗതി ഒന്ന്. രണ്ടാമത്തെ ഭാര്യ ഇപ്പോഴാണോ രംഗപ്രവേശിച്ചത്? അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു? അന്ന് മറ്റേ വോയിസ് കൊടുത്തില്ലേ, ആ ഇൻ്റർവ്യൂ ഒരു വോയിസ് ഇങ്ങനെ സംസാരിച്ചായിരുന്നില്ലേ? അപ്പോൾ അതല്ലാണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ക്യൂരിയോസിറ്റി വരുമല്ലോ. അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നുണ്ടായിരിക്കുക പൊതുവെ എന്ന് തോന്നുന്നു. പിന്നെ രേണുസുധി എന്നുള്ളത് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതി വെച്ച് നമ്മൾ എന്തായാലും ഇത് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇതിലെ തമ്പനയിൽ വരുന്നത് നോക്കട്ടോ. ഇതിലെ തമ്പനയിൽ വരണത് രേണുസുധി ഡാൻസ് കളിക്കുന്നത്, ഒരു ചെങ്ങായിയുടെ കൂടെ ഷർട്ട് ഇട്ടിട്ടില്ലാത്ത ഒരു ചെങ്ങായിന് ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതും ചേർന്ന് നിൽക്കുന്നതും, അതേപോലെ കൊല്ലം സുധി അവിടെ ഉണ്ട്, ഓർമ്മ ദിവസം വീട്ടിൽ ഡാൻസും ഗാനമേളയും എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സുധിയുടെ ഓർമ്മ ദിവസം രേണുവിൻ്റെ അടുത്ത് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ? ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ഫ്രീ ആയിട്ടോ അല്ല ഞാനൊന്നും കാണാൻ ആരും ഒന്നും തരത്തില്ല. കുഞ്ഞുങ്ങളെ വളർത്തണം, ജീവിക്കണം, അതിന് അവൾക്ക് ഇറങ്ങി പറയുന്നത് അവരുടെ ഇഷ്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രേണുസുധിക്ക് ബിഗ് ബോസിൽ കിട്ടണമെന്നാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനൊരു ചെറുതായിട്ടുള്ള സഹായം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്കത് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ മരണം വരെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുപോലെ തന്നെ അവരുടെ വർഷമുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആ ഒരു മൈൻഡിലായിരിക്കും അന്നേ ദിവസമെങ്കിലും, അല്ലെ, ആ ഒരു പ്രാർത്ഥന ദിവസമെങ്കിലും അയാളുമായിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ ആലോചിച്ച് ആ വ്യക്തിയുടെ കൂടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മൾ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും വിഷമിച്ചിരിക്കും. അത്രയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ മാത്രം. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എന്തോ പോലെയൊക്കെ തോന്നും. എൻ്റെ അടുത്ത് ഈ സമൂഹത്തിൽ ഉന്നത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടക്കം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. ഞാൻ ആരാ എന്താണെന്നൊന്നും പറയത്തില്ല, പക്ഷെ ആ ഏത് വിഷയത്തെ പറ്റിയിട്ട്? അതായത് ഓർമ്മ ദിവസം സങ്കടപ്പെട്ടിരിക്കണം എന്ന വിഷയത്തെ പറ്റി ഒരു വ്യക്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വിളിച്ചു പറയുന്ന വ്യക്തിക്ക് പേരില്ലേ? വ്യക്തി അടക്കം എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇത് എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്. അതായത് അത്രയും ശുഷ്കാന്തിയുള്ള വ്യക്തിയാണത്. എന്ത് കോപ്രായമാണ് രേണുസുധി ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുന്ന, അത്രയും ശുഷ്കാന്തിയുള്ള രേണുസുധിയുടെ കാര്യത്തിൽ അത്രയും ശുഷ്കാന്തിയുള്ള ഒരു വ്യക്തി, കൊല്ലം സുധിയുടെ കാര്യത്തിലൊക്കെ അത്രയും ശുഷ്കാന്തിയുള്ള ഒരു വ്യക്തി. ഓക്കെ, നോക്ക്. കൊല്ലം സുധി മരിച്ചിട്ട് എത്ര വർഷമായി കാണും എല്ലാവർക്കും അറിയാം. മരിച്ചതിന് ശേഷം പ്രാർത്ഥന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എങ്ങാണ്ടാണ്, കഴിഞ്ഞെന്ന് തോന്നി, ഇന്നലെ മെനഞ്ഞാന്നോ എങ്ങാണ്ടാണ്. ആ ചടങ്ങിന് ഒരു ലോകം കണ്ട ഏറ്റവും വലിയ വേട്ടവാളയന്മാരുടെ ലിസ്റ്റിൽ കിടക്കുന്ന ഒരുത്തൻ അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേര വേട്ടാവളിയനാണ്, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വേട്ടാവളിയന്മാരിൽ ഒരാളാണെന്നാണ് അതുൽ പറയണത്. ഈ കഴിപ്പണം കെട്ടവൻ അവിടെ വന്ന് കിടന്ന് ഡാൻസ് കളിക്കുന്ന അവസാനം രേണുസുധി കൈ കൊടുത്ത് അവൻ ആനയിച്ച് അകത്തോട്ട് കയറ്റുന്നു. ഇത് എന്ത് മത്തങ്ങ പരിപാടിയാണത്? ശരിയാണ്. ഓർമ്മ ദിവസം ഒരാൾ ഡാൻസ് കളിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. രേണുസുധി അയാളെ ഹാപ്പി ആയിട്ട് കൈയടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകണു. ഇതാണല്ലോ അതിൻ്റെ ഒരു സംഭവം. അലിൻ ജോസ് പെരേര പൊതുവെ എന്താ വെച്ചാൽ എന്തെങ്കിലും കണ്ടിട്ട് അപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടൊക്കെ ചെയ്യണം. ചിലപ്പോൾ ആ ഒരു ബോധത്തിൽ ഇവർ ചെയ്തായിരിക്കുമല്ലേ, അറിയില്ല. പക്ഷെ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലേ? അല്ല, നമ്മൾ കോമൺ സെൻസ്. ഞാനാണെങ്കിൽ അലിൻ ജോസ് പെരേരയുടെ സ്ഥലത്ത് ഞാനാണെങ്കിൽ അങ്ങനെ ഡാൻസ് കളിച്ച് കയറി ചെല്ലില്ല. നിങ്ങൾ കയറി ചെല്ലുമോ?
അങ്ങനെ ആ ദിവസം ഡാൻസ് കളിക്കണേ ചെറിയ എന്തൊരു പ്രശ്നമുണ്ട്, ചെറുതല്ല പ്രശ്നമുണ്ട്, ഒരു കോമൺ സെൻസിൻ്റെ ഒരു വിഷയമുണ്ട് അവിടെ അല്ലേ. അപ്പോൾ അങ്ങനെ അലിൻ ജോസ് പെരേര അങ്ങ് ഡാൻസ് കളിച്ചു എന്ന് വിചാരിക്കുക. ഡാൻസ് കളിച്ചല്ലോ. അപ്പോൾ രേണുസുതി എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഡാൻസ് കളിക്കാൻ പാടില്ല, അന്ന് കൊല്ലം സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമാണ്, ഇറങ്ങിപ്പോടാന്ന് ചെയ്യണോ അയ്യ? അത് 2 തല്ലാണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആരെ? ഡാൻസ് കളിച്ചോനെ, അലിൻ ജോസ് പെരേരനെ. അതായത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൈയടിച്ചിട്ട് ആനയിക്കാൻ പാടില്ല എന്നാണോ? അതോ കൈയടിച്ചതാണോ പ്രശ്നം? അതോ ആനയിച്ചതാണോ പ്രശ്നം? അതോ ഓൻ്റെ ഒന്ന് ചൂടാവാണ്ടിരുന്നതാണോ പ്രശ്നം? ഒരാളുടെ ഓർമ്മ ദിവസമാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച് ആ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന വെച്ച ആ ഓർമ്മ ദിവസത്തിൽ രേണുസുതി അടക്കം എൻജോയ്മെന്റിൽ നിൽക്കുകയാണ്. ഓർമ്മ ദിവസം എൻജോയ്മെന്റ് പാടില്ല ഗൈസ് എന്നാണോ? രേണുസുതി നിനക്കെങ്കിലും ഒന്ന് അഭിനയിച്ചൂടെ സുധി? ഓർമ്മ ദിവസം അഭിനയിക്കാനാണ് പറയണത്. എന്താണ് അഭിനയിക്കേണ്ടത്? സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഒരു സമയം ഓടി നടന്ന് ഒന്ന് അഭിനയിച്ചൂടായിരുന്നു നിനക്ക്? അവനെ വേട്ടവാളി മോനെ പിടിച്ച് നിർത്തിക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു, അവൻ നിന്ന് കളിക്കുന്നു. അവനെ പിടിച്ച് നിർത്തി ഡാൻസ് കളിപ്പിക്കുകയാണോ ചെയ്തത്? അത് അവൻ സ്വയം കളിച്ചതാണോ? 2 കൈയടിക്കുന്നു. എന്തുവാണ് ഇത്? ഈ ഡാൻസ് കളിയും പാട്ട് കൂത്തും കൂത്തും ഒക്കെ ഈ ഓർമ്മ ദിവസമാണ് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് വളരെ മോശമായിട്ടൊക്കെ എൻ്റെ ലാംഗ്വേജ് വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ ബാക്കി കണ്ടപ്പോൾ കരി വന്നത്. സമൂഹത്തിൽ ഒരു ഉന്നത ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടക്കം എന്നെ വിളിച്ച് പറയാണ്, നീ ഇതൊന്ന് കണ്ട് നീ ഇതൊന്ന് അഭിപ്രായം പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടക്കം, അങ്ങനെ ഒരു ഉന്നതയായ ഒരു വ്യക്തി അടക്കം പറഞ്ഞത് കൊണ്ടാണ് അതിൽ റിയാക്ട് ചെയ്യണത്. നമ്മൾ അതിലെല്ലാം കുറ്റം പറയണതല്ല കേട്ടോ. നമ്മൾ ആളുകളുടെ ഒരു ചിന്ത പോണ പോക്കെ. കിളി പറന്നുപോയി നോക്കിയപ്പോ ഓർമ്മ ദിവസം നിന്ന് കൊണയ്ക്കുക. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആ മൈമോന്റെ സാധനം ഒന്ന് കൊടുക്കുക. ഇവനെയൊക്കെ ആരടാ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പിടിച്ചോണ്ടിരുത്തിയിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവനെയൊക്കെ കുറെ എണ്ണം അങ്ങ് നടക്കുക അവൻ്റെയൊക്കെ പിന്നാലെ. ഇവനെയൊക്കെ പോലെയുള്ള വീട്ടല്ല. അവന്റെ ഇരിപ്പ് വശം കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കാലവരെ ചെവരിലടിക്കാൻ തോന്നും. അതുപോലെ മാനസിക രോഗമെല്ലാം ഉണ്ടെങ്കിൽ സമയത്തിന് വണ്ടി കയറ്റി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് പോലും ഇട്ടാൽ തികയത്തില്ല. അതായത് ഒരാൾക്ക് പ്രാന്താണ് എന്നുള്ള രീതിയിലുള്ളൊരു സംഗതിയാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തമാശക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, ആൾക്ക് പ്രാന്താണ്, നീ സൈക്കോണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ അലിൻ ജോസ് പെരേരനെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, രേണുസുധീനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ ഫുള്ള് നെഗറ്റീവായിട്ട് ആളങ്ങനെയാണ്, ഇപ്പോൾ ഡാൻസ് കളിക്കണം, ഇവനൊക്കെ ആരാ സെലിബ്രിറ്റി ആയത്, ഇവൻ്റെ പിന്നാലെ എന്താ ആൾക്കാർ നടക്കും. അതായത് ഒരാൾ ഓൾറെഡി വിസിബിലിറ്റി ഉള്ള, പബ്ലിക്കിൽ ഒരു വിസിബിലിറ്റി ഉള്ള ഒരാളാണല്ലോ അലിൻ ജോസ് പെരേര. അത് പോസിറ്റീവാണ് നെഗറ്റീവാണ് അതല്ല പറയുന്നത്, വിസിബിലിറ്റി ഉണ്ടല്ലോ, കാര്യമായി വിസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഡാൻസ് കളിച്ചതുകൊണ്ട് ഇയാൾ സെലിബ്രിറ്റി ആയിട്ട് എന്തിനാ കൊണ്ടു കിടക്കുന്നത്? അതായത് ആദ്യം ഇവിടെ ഫസ്റ്റ് വിസിബിലിറ്റി കിട്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ നടന്ന ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ മൊത്തം നള്ളിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അയാൾ ചിലപ്പോൾ ഒരു ബോധക്കേട് കൊണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്തതാണെങ്കിലോ. ഈ എന്തൊക്കെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് സംഗതി മനസ്സിലായോ? അതായത് ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇവനെയൊക്കെ നനക്ക പോലെ ഒരുത്ത അവൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. പുതുവർഷം കാണാൻ കവിളിരുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം സിരം സിരം ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാവരും തന്നെ വാട്ട് ചോട്ടാ മുംബൈ നാളെ റിലീസാണ് എന്നാ? അപ്പോൾ ഇത് എപ്പോഴത്തെ വീഡിയോ ആണിത്? ഇവന് ശരിക്കും കിളി പാറിയാ. ചോട്ടാ മുംബൈ റിലീസാവാൻ പോവാണ്, ഓർമ്മ ദിവസം വന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ പാടുന്ന പാട്ട് ചോട്ടാ മുംബൈ നാളെ റിലീസാണെന്നാണ്. ഇതെന്താ ടൈം ട്രാവലാ? ബാക്കിലൊരു ചേച്ചി ചിരിച്ചോണ്ടിരിക്കുന്നു. എന്തൊക്കെയാണോ എന്താ കാണിക്കുന്നത്? ഞാൻ അതിന്റെ ടൈറ്റിൽ ഒന്ന് കൊടുക്കാം. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം സുധിയിലെയും വീടിന്റെ മുന്നിൽ അലിൻ ജോസ് പെരേരയുടെ തകർപ്പൻ ഡാൻസ് കണ്ടിട്ട് രേണുസുധി പറഞ്ഞു. അതിൽ കേട്ടോ? രേണുസുധി പറഞ്ഞത് നമുക്ക് ഇനി കേൾക്കണ്ടേ? നല്ല ഒന്നാം തരം പറച്ചിലാണ് അവളും പറഞ്ഞിട്ടുള്ളത്, ഇവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരാളുടെ ഓർമ്മ ദിവസമാണ്. അറ്റ്ലീസ്റ്റ് അന്നൊന്ന് സൈലന്റ് ആയിട്ടിരുന്ന് അവിടെ എന്തെങ്കിലും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ വീടുകളിലൊക്കെ പോയി
ആ മരിച്ചുപോയ വ്യക്തി നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരാണെങ്കിൽ അയാളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ദിവസം തീർത്തൂടെ? അന്ന് തന്നെ ഡാൻസും പാട്ടും ഇട്ട് ഉണ്ടാക്കണല്ലേ. സുധിച്ചേട്ടൻ ഉയിര് തൈരും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു സമയം രേണുസുധിക്കുണ്ട്. മറ്റേ അവന്റെ സ്പ്രേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ സാമാനം അങ്ങ് കയറ്റി വിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് അടുത്ത് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അത് നാറ്റ നിങ്ങൾക്കൊന്നും കൊള്ളൂല, ആ ഒരു ലെവലിൽ അത് പോയി. അങ്ങനെ എന്തൊക്കെ കാണിച്ചു കൂട്ട് നോക്കി. പക്ഷെ ഈ ഒരു പരിപാടി ഇത് രേണുസുധി മാത്രമല്ല, ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസവും ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കരുത്. കല്യാണത്തിന് കാണിക്കേണ്ട കല്യാണത്തിന് കാണിക്കണം, അടിയന്തരത്തിനല്ല ഒന്ന് കാണിക്കേണ്ടത്. അതുകൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇനി രേണുസുധി വാഗ്ദാനങ്ങളും വായ്ത്താളങ്ങളും അടിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഈ മോനെ വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. എത്ര ഇടിമിന്നൽ വെറുതെ പോകുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട, അവിടെ പ്രതീഷ് മറ്റേ ആൽബത്തിലൊക്കെ രേണുസുധിയുടെ കൂടെ അഭിനയിക്കില്ലേ, പ്രതീഷ്, അങ്ങനെ 5-6 പേരെ ഇതിൽ കാണാണ്ട് ഈ വീഡിയോയിൽ ബാക്കിൽ. അവിടെ എല്ലാവരും കൂടിക്കണ ഒരു ടൈമാണ്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ട്. എല്ലാരും ചിരിക്കുകയാണ്. കോമാളി, പരക്കോമാളി. ശ്രുതിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ച അലിൻ ജോസ് പെരേരയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ശ്രുതി നിലയത്ത് വന്ന് ഡാൻസ് കളിച്ച അലന് ഒരുപാട് താങ്ക്സ്. ഉമ്മ കൊടു പൊന്നെ. ഇതുപോലൊരു പടുവാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പറയാൻ വാക്കുകളില്ല. തായിലും പൂവിലും കുറഞ്ഞ ഒരു വാക്കും ഇവനെ കുറിച്ച് എനിക്ക് പറയാനില്ല. അതാണ് മറ്റൊരു സത്യം. അമ്മ അതിലൊരു കാട്ടപരാധിയാണ്. കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. ഓർമ്മ ദിവസം എന്നത് മരിച്ച ആളുടെ ഓർമ്മ ദിവസമാണ്, അല്ലാതെ കല്യാണ ദിവസം അല്ലെന്ന് ആ വിവരമില്ലാത്തവരോടൊന്ന് പറഞ്ഞു കൊടുക്കാമോ ആരെങ്കിലും? കഷ്ടം. സത്യം പറയാലോ, ഇതുപോലത്തെ കാട്ടപരാധികളുടെ ഒരു കൂട്ടമായി പോയല്ലോ ഇത്. രേണു എന്ന വ്യക്തി ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. എങ്കിലും ഇത് പറയാതെ വയ്യ മോളെ. കെട്ടിയവൻ മരിച്ചു രണ്ടാമത് കെട്ടിയാലും ഒരിക്കൽ ജീവനായിരുന്നവൻ പോയ ദിവസം ഒരു പെണ്ണ് സന്തോഷം കൊണ്ട് ഇരിക്കില്ല. ചിരിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് എങ്കിലും പോലും ആ മനുഷ്യന്റെ ഓർമ്മ ദിവസം ഡാൻസ് പാടി ചിരിച്ച് കളിച്ച് അവന്മാരുടെ ഒപ്പം തുള്ളാൻ നിൽക്കുന്ന നിന്നെ ഓർക്കുമ്പോൾ സുധിച്ചേട്ടന് പോലും വെറുത്തു പോകുന്നു. സീരിയസ്ലി പറയാം, സുധി എന്ന് പറയുന്ന വ്യക്തി വോട്ടവർ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അങ്ങേരി ഭൂമിയിൽ നിന്നുണ്ടായിരുന്ന തല തല്ലി ചത്തേന ഉള്ള കാര്യം പറയാം. ആ ലെവലിലുള്ള പരിപാടിയാണ് ഇവള് ഇപ്പൊ കാണിച്ചത്. മരിച്ചുപോയ ഒരാളുടെ ഓർമ്മ ദിവസം ഇവിടെ ഡാൻസ് കളിക്കുന്നു എന്നാണല്ലോ ഇവിടുത്തെ ഇൻസിഡൻറ്റ്. സുധിച്ചേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ട് തല തല്ലി മരിച്ചേനെന്ന്. അപ്പോൾ സുധിച്ചേട്ടൻ ഇവിടെ ജീവനോടെ, കൊല്ലം സുധി ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓർമ്മ ദിവസം വരിക? അങ്ങനെ ഓർമ്മ ദിവസം വന്നതല്ല ഈ ഡാൻസ് കളിക്കുന്ന സാധനം ആൾക്ക് ലോജിക്കലി ഇത് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഓർമ്മ ദിവസം ഉണ്ടാവുക? ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ ഓർമ്മ ദിവസത്തിന് എങ്ങനെയാണ് ഡാൻസ് കളിച്ചിട്ട് ആൾക്കത് കാണാൻ പറ്റുക? പറഞ്ഞു വന്നപ്പോൾ ഒരു സംഗതി ആയിരിക്കും. കൂട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങേരുടെ പേരിനെ തൊലച്ച്, എന്നിട്ട് ആ പേരിന്റെ ഒരു ലേബലിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു കുറെ പേർക്കുത്തുകൾ കൂടെ. ഈ മരവാഴ വേട്ടവാളി ലോകപാഴ ഇതിക്ക് തോന്നിയിട്ട് കേട്ടോ, ബിഗ് ബോസിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ബഹളങ്ങളാണോ ചെയ്യുന്നത്? ആയിരിക്കാം. അതിപ്പോൾ ഇവനെ പോലെ ഒരു നാറി അലിൻ ജോസ് പെരേരയൊക്കെ കൂടെ കൂട്ടിക്കുന്നു. ഇവന് മാനസിക രോഗമാണ്. ഇവന് ഗുളിക കൊടുത്ത് അകത്തിട്ട് സെല്ലി കൊണ്ടിട്ട് ഷോക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരാളെ അടച്ചാക്ഷേപിക്കുമ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മെൻ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ ഇത് വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കിത് വലിയ വയലൻസാണ്. വലിയ വയലൻസാണ്. നല്ല ഇത് കാണുന്ന എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ രേണുസുധീനെ ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ശാരിക ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഒരു ഇൻ്റർവ്യൂ മോഡൽ സംഗതി. അപ്പോൾ അതിൽ എന്താ സൈക്കോ ആണോ സൈക്കോത്തര അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റേ അതിന് ശേഷം ഒരു സൈക്കോളജിസ്റ്റാണ് വന്നത് അല്ലേ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലെ വന്നത്. അപ്പോൾ അവർ ഡോക്ടർ ഗായത്രി അവരുടെ പേര് അങ്ങനെ എന്തോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ.
അപ്പോൾ അവർ പറയുന്നത് ഒരു സൈക്കോ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രാന്താണ്, മെൻ്റൽ ഹോസ്പിറ്റലിൽ അടക്കണം, ഗുളിക കൊടുക്കണം എന്നൊക്കെ പറയുന്നത് വിഷയമാണ്. നമുക്കിത് അത്ര വലിയ തീവ്രത അല്ലാത്ത രീതിയിലാണ് നമ്മളങ്ങനെ വിളിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് പല ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇപ്പം അങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയ ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കത് ഭയങ്കര ഈ സാധനം വീണ്ടും ഇങ്ങനെ ഓർമ്മ വരും. അതൊരു അങ്ങനെ ഒരു വിഷയമുണ്ട്. അതെന്തോട്ടെ നമ്മളിപ്പോൾ എല്ലായിടത്തും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കാര്യമായിട്ട് പലപ്പോഴും ഒന്നും സംസാരിക്കാനും പറ്റൂല. ഈ കഴിപ്പണം കെട്ടവന് ഇവനെയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇട്ടിരുന്ന ഇതെന്താ സംഭവിക്കുന്നത്? ഇവന് മാനസിക രോഗമാണ്. ഇവന് സ്ഥലവും കാലവും ബോധമൊന്നുമില്ല. ആര് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവൻ്റെ മറ്റേ കുറച്ച് സ്റ്റെപ്പ് അവിടെ ഇട്ടുകൊണ്ടിരിക്കും. അതാണ് ഇവന്റെ പരിപാടി. സ്വന്തം അപ്പം ചത്താലും ഇത് തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ കൂടിപ്പോടെ. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം ഇങ്ങനെയൊന്നും പോരാ. ഗാനമേളയൊക്കെ വെച്ച് അടിപൊളിയാക്കൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അല്ലേ ഭാര്യ ആറാടട്ട് ഇതൊക്കെ തന്നെ ഓർമ്മ ദിവസം ഇത്രേ ഉള്ളൂ. ഇവളുടെയൊക്കെ ആ ഒരു ഉള്ളിലുള്ള സാധനം എക്സ്പോസ് ആവാണ്. ഞാൻ ഒരിക്കലും ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ലടെ. പക്ഷെ ഒരു ഒക്കേഷൻ അനുസരിച്ച് നിൽക്കാനുള്ള ഒരു സമകാലിക ബോധം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഒരാൾ മരിച്ച് അയാളുടെ ഓർമ്മ ദിവസം ഡാൻസും പാട്ടും കൂത്തും വെച്ച് അഴിഞ്ഞാടിയല്ല നടക്കേണ്ടത്. ആ ദിവസമായി കാണണം. കല്യാണ ദിവസത്തിന് ഡാൻസും കളിച്ച് നീക്ക് എന്ത് കൂത്താടിക്കൊണ്ടെന്നാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ദിവസത്തല്ല ഈ പേക്കൂത്തുകൾ കാണിക്കേണ്ടത്. അല്ലാണ്ട് ജീവിതകാലം മൊത്തം ഇരുന്ന് രേണുവിന്റെ അടുത്ത് കരയണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ മരവാഴകളെ വിളിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. ശ്രുതി നിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ചാൽ സൗണ്ട് പോയാ സൗണ്ട് പോയി. ഏതൊരു കല്യാണത്തിൻ്റെ സ്റ്റേജിൽ വന്നിട്ട് അലി ജോസ് പെരേര ഡാൻസ് കളിക്കണതാണ് ഇത്. ഓക്കെ, അതുലിനെ കണ്ണിൻ്റെ നേരെ പിടിക്കില്ല, ഡാൻസ് കണ്ണിൻ്റെ നേരെ പിടിക്കില്ല. അതുലിന് ഇതാക്കി എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ ഒരു സെലിബ്രിറ്റിയാ. ഈ സെലിബ്രിറ്റി എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് കമന്റ് ചെയ്യും. ആർക്കെങ്കിലും ഈ സെലിബ്രിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം അറിയാമെങ്കിൽ. എനിക്കറിയാൻ പാടില്ല. ഇവനെ പോലത്തോളം മരവാഴകളെയാണ് ഇവിടെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ടാണ് ഇങ്ങനെ എടുത്തോണ്ട് നടക്കുന്നത്? എന്ത് ക്വാളിറ്റിയാണ്? ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ക്വാളിറ്റി വെച്ചിട്ടാണ് ഒരു സെലിബ്രിറ്റി ഉണ്ടായിത്തീരണത്. മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു ടൈമിലൊക്കെ നമ്മൾ ഇപ്പം യൂട്യൂബൊന്നും അത്ര ഇങ്ങനെ കാര്യമായിട്ട് ഇല്ലാണ്ടിരുന്ന ഒരു ടൈമിലൊക്കെ സോഷ്യൽ മീഡിയയുടെ ഇതൊന്നും അത്ര ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മൾ ഓരോ മേഖലയിലും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ വാക്കുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ വാക്കുകൾക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊക്കെ പറയും ഒരു രീതിയിൽ. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ പേരെടുത്ത് പറയുമ്പോൾ അവർക്ക് വലിയ വിഷയമായിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജോൺ എബ്രഹാമിൻ്റെ സിനിമകളെക്കുറിച്ച്. ജോൺ എബ്രഹാം എന്നല്ല, എനിക്ക് പേരുകളൊന്നും മണ്ടയിൽ നിൽക്കില്ല കേട്ടോ, അതിന് മാത്രമുള്ള ബോധമില്ല, അതാണ് കാര്യം. മൂപ്പരെ സിനിമകളെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ മൂപ്പരെക്കുറിച്ച് അങ്ങനെ പോസിറ്റീവ് അങ്ങനെ കാര്യമായി ചർച്ച ചെയ്യപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര ലൈഫ് പലർക്കും ഇഷ്ടമല്ല, അതിൻ്റെ ഒരു കാര്യമാണ് ആ രീതിയിലുള്ള സംഭവം. അങ്ങനെ പല കവികളും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രിറ്റി ഇന്ന് കാലമൊക്കെ മാറി. സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ എനിക്ക് വന്നത് കേട്ടോ, ശരിയാണോ അറിയില്ല, കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരാൾ സെലിബ്രിറ്റി ആയിരിക്കും. കാരണം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ അവരെ വെച്ചൊരു ആൽബം ചെയ്യുമ്പോഴോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ എത്തുന്നത് ആരാണോ അവരാണ് സെലിബ്രിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇവൻ എന്തെങ്കിലും കലാപരമായ കഴിവുണ്ടോ? അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും കഴിവുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാകും. ഒരാളെ ഞാൻ താഴ്ത്തി കെട്ടുന്നതോ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ല. ആണ് അതുലെ ആണ്. പക്ഷെ ഇവനെ പോലുള്ള നാറികൾ ഒരു സ്ഥലത്ത് എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഇവനെ പോലുള്ള നാറികളെ എന്ത് പറയണം? ഒന്ന് ആലോചിച്ചു. ഇനിയിപ്പോ നാളൊരു കാലത്ത് എല്ലാ ഓർമ്മ ദിവസവും ഇതുപോലെ ഡാൻസും പാട്ടും കൂത്തും ഗാനങ്ങളായിട്ട് അങ്ങ് പോകും. ആ ലെവലിൽ എത്തിക്കുക. അതിനൊരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് രേണുസുതി ചെയ്തിട്ടുള്ളത്. ഈ മൈമോനോ ബോധമില്ല. അവന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. അവന്റെ അച്ഛൻ കയറി കിടന്നാലും അവൻ ഈ പരിപാടിയെ കാണിക്കത്തുള്ളൂ. പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതേ ഒരു യൂണിവേഴ്സിൽ പെട്ടേ ഒരു മൂഞ്ചി അവസ്ഥ, ഇതേ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് കണ്ടപ്പോൾ വെറും പുച്ഛമാണ് എനിക്ക് തോന്നിയത്. ഒറ്റ മനുഷ്യൻ അതിനെ എതിർക്കാൻ അവിടെ ഇല്ലായിരുന്നില്ല. ഒരാളുടെ ഓർമ്മ ദിവസം എന്നുള്ള
ഒരു സമകാലിക ബോധം പോലും ഇല്ലാതെ നിൽക്കുന്ന കുറെ കഴുപ്പണം കെട്ട സാധനങ്ങൾ. അത്ര ഞാൻ പറയാനുള്ളൂ. വേറൊരു പോസ്റ്റ് ഞാൻ ഒന്ന് കൊടുക്കാം. രേണുവിന്റെ ബാങ്ക് ബാലൻസ് കണ്ട് പൊട്ടിക്കരഞ്ഞ അവതാരകല്ല അവതാരകൻ. ഇതിന് മാത്രം പൊട്ടിക്കരയാൻ ബാങ്ക് ബാലൻസ് എത്ര 951 രൂപ എന്താണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഈ ബാങ്ക് ബാലൻസ് കണ്ടിട്ട് പൊട്ടിക്കരയാൻ തിരിക്കുന്നത്. എൻ്റെ ബാങ്ക് ബാലൻസ് ഞാൻ കൊടുക്കട്ടാ, 1 രൂപ 89 പൈസ. പൊട്ടിക്കര അവതാരകെ കര. ബാങ്ക് ബാലൻസ് കണ്ട് പൊട്ടിക്കരഞ്ഞ് എന്ത് ഇതിന് മാത്രം കരയാനിരിക്കുന്നത്? അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുവാണ് ഇതൊക്കെ ഓരോരോ അവസ്ഥ. ബാങ്ക് ബാലൻസ് എടുത്ത് കാണിച്ച് സഹതാപം പിടിച്ചു വെട്ടി ഇനി കുറെ പേര് കൊണ്ട് ഇനി പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എൻ്റെ ബാലൻസ് കേട്ടോ, ഞാൻ ജെന്യൂൻ ബാലൻസ് ആണ് കാണിച്ചിട്ടുള്ളൂ. 1 രൂപ 89 പൈസ. ഇതാണ് എൻ്റെ ഒരു 2-3 ദിവസം കൊണ്ടുള്ള ബാങ്ക് ബാലൻസ്. ഇത് തന്നെയാണ് എൻ്റെ ജെന്യൂൻ ബാലൻസ് ആണ് കൊടുത്തത്. ഞാൻ എന്തോ നാട്ടുകാരെ വിളിച്ച് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഇതിപ്പോൾ കാണിച്ചു കയറുന്നല്ല. രേണുവിൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചതാണ്. കണ്ടല്ലോ, അവളുടെ ബാങ്ക് ബാലൻസ് കണ്ട് പൊട്ടിക്കറിഞ്ഞ അവതാരകൻ. ഇതൊക്കെയാണ് അവതാരിക അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതുലിന് എന്താണ്? അതുൽ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുന്നുണ്ട്. അവർ പൊട്ടിക്കരഞ്ഞത് അതുലിന് ഇഷ്ടമല്ലെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ അത് അതുലിന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? കരയാൻ തോന്നി കരഞ്ഞു, അത്ര തന്നെ അവസ്ഥ. ഭയങ്കര സംഭവമാണല്ലോ. എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ട് പൊട്ടിക്കരയുടെ എല്ലാവരും കൂടി കരയില്ലേ? വളഞ്ഞത് കൂട്ടത്തിരുന്ന് കരയാൻ, നമുക്ക് ഒരുമിച്ചിരുന്ന് കരയാം. ഇനി വേറൊരു വീഡിയോ ദയാച്ചു എടുത്ത് തലക്ക് ഉടുത്ത് വെച്ചിട്ടുള്ളത്, ഞാൻ അതൊന്ന് കൊടുക്കാം. ഷർട്ട് അവിടെ പോയി ഈശ്വര. ഈ ആൽബത്തില് ഷർട്ടില്ല, ഇനി നെക്സ്റ്റ് ആൽബത്തില് പാന്റ് കാണത്തില്ല, അത് കഴിഞ്ഞ് പിന്നെ ഷെഡിങ് കാണത്തില്ല ഗൈസ്. എല്ലാം പിന്നെ സുധിച്ചേട്ടന്റെ ആത്മാവിന് ഒരാശ്വാസം കിട്ടുമല്ലോ ഇതൊക്കെ കാണുമ്പോ എന്ന് ആലോചിക്കുമ്പോ നമുക്കൊരാശ്വാസം. അയ്യോ, ഒന്നും പറയാൻ പാടില്ല കേട്ടോ. പിന്നെ ഇവരുടെ ആൽബത്തില് കെട്ടിപ്പിടുത്തില്ലാത്ത ഒരു രീതിയില്ല. നമ്മൾ എന്തോരം ആൽബങ്ങള് പണ്ടത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, അതിലൊന്നും ആ ഒരു സീനേ ഇല്ല. പക്ഷെ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, തമ്പനയിലുള്ള പോലെ ഷർട്ട് ഇടാണ്ട് പാൻറ്റ് പിന്നരും ധരിച്ചുകൊണ്ടുള്ള ഒരു ചെങ്ങായി ഉണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ട്, രേണുസുതി പിന്നാലെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു സീന ഷൂട്ട് ചെയ്യാണ്. ഇവിടെ സദാചാരം വെച്ചിട്ട് സംസാരിക്കുന്നത്. നമ്മൾ പണ്ട് കണ്ട ആൽബം എങ്ങനെയായിരുന്നു? പണ്ട് ഇങ്ങനെയുള്ള ഇതിനേക്കാൾ വലിയ ആൽബം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൽബംസ് ഉണ്ട്. അതെന്താ ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്? സദാചാരം, വലിയ സദാചാരമാണ്. അതായത് ഒരാളെങ്ങനെ അഭിനയിക്കണം, ആൽബം എങ്ങനെയാവണം എന്നൊക്കെയാണ്. അയ്യോ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സണ്ണി ലിയോണൊന്നും ജീവിക്കാൻ പറ്റൂല തോന്നണം. ഇതിന്റെ ആൽബത്തിൽ പ്രത്യേകിച്ച് കെട്ടിപ്പിടുത്തോ ഉമ്മവയ്ക്കല്, പിന്നെ ഈ മറ്റേ ഹെവി കുക്ക് വെച്ച് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിടത്തില്ലല്ലോ, അതുപോലെയാണ്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഷർട്ടില്ല, നാളെ പാന്റ് കാണത്തില്ല, അതിൻ്റെ അടുത്ത് അടിയിലുള്ള ഷെഡ് വരെ കാണത്തില്ല ഗൈസ്. അടിപൊളി. എല്ലാം സുധിച്ചേട്ടന്റെ ആത്മാവ് കാണുന്നുണ്ടല്ലോ. എല്ലാം നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. അത് ദയാച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാം നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. എന്ത് കോപ്രായം കാണിച്ചാലും എന്ത് പേക്കൂത്ത് കാണിച്ചാലും എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. എന്തിന്? സുധിച്ചേട്ടൻ്റെ ഈ ആക്ടിങ് ആണോ പേക്കൂത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ടിങ്ങായിട്ട് കാണാനുള്ള ഒരു മിനിമം മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. അതായത് അവർ ഈ ഒരു ആക്ടിങ് ഫീൽഡിലുള്ളതാണ്. അവർക്ക് ആക്ട് ചെയ്യാൻ, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ, ആൽബത്തിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമാണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ പറഞ്ഞു ലിപ് ലോക്കിനൊന്നും അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അത് അവരുടേതായ കാഴ്ചപ്പാട്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ദയവച്ച് ഇപ്പോൾ പറയില്ലേ, അവസരം ഉടുതുണി കാണൂല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവർ ലിപ് ലോക്കിന് താല്പര്യമില്ല, അങ്ങനെയുള്ള ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആക്ടിങ്ങിൽ ഹഗ് ചെയ്തുള്ളതുകൊണ്ട് ഇപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല, ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അത് ആക്ടിങ് ആണ് അതല്ലേ അതുലേ. അപ്പോൾ അതിൽ ആ രീതിയിൽ എടുത്താൽ പോരെ. ഓർമ്മ ദിവസം ഏതോ ഒരു വെടല അലിഞ്ചോസ് പെരേരയും വിളിച്ചോണ്ടൊന്ന് അവിടെ ഗാനമേള നടത്തേന്. ഇതൊക്കെയാണ് പരിപാടികൾ. ഞാൻ എന്തോന്ന് പറയാനിടെ. ഇതുപോലത്തെ അപരാധങ്ങൾ കാണിക്കുന്നതിനൊക്കെ എന്ത് പറയാൻ? നിങ്ങൾ തന്നെ പറ, എനിക്കറിയാൻ പാടില്ല. അതായത് ഓർമ്മ ദിവസം അങ്ങനെ ഡാൻസും കൂത്തും പരിപാടികളൊക്കെ ആകുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് പറഞ്ഞ സംഗതി നെഗറ്റീവ് ആവും എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഇവർ പുറമെ ഇങ്ങനെ ഡാൻസ് കളിക്കലും ഇതൊക്കെയാണ് ആളുകൾ കാണുന്നത് അല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് വിഷമം ഉണ്ടായിരിക്കും. കാരണം അത് നമുക്ക് അറിയില്ല, നമുക്ക് ഉള്ളിൽ ചകഞ്ഞ് മാന്തി പോയിട്ട് കാണാൻ പറ്റൂലല്ലോ. ഇത് നേരെ ഓപ്പോസിറ്റ് എടുക്കും. ഇവർ ആ ദിവസം ഫുള്ള് കരച്ചിലായിട്ട് ആക്കണത്. അപ്പോൾ ആളുകൾ പറയും, അയ്യോ എന്താ നാടകം കണ്ടില്ലേ, അഴിഞ്ഞാടലും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് അഭിനയിക്കണം, ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്
വിവാദങ്ങൾ കൂടുതലാകുമ്പോൾ സെക്കൻഡ് വൈഫ് വരികയൊക്കെ ചെയ്ത സമയത്ത് ആളുകളുടെ സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കരയണമെന്ന് എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ടായിരിക്കും ആളുകൾ. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ പുറമെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഇതൊക്കെയാണ് നമ്മൾ വീഡിയോസിലൂടെ കാണുന്ന വിചാരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ആ വിഷമമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ഇഷ്ടമുള്ള ആളുകളാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ അവരെ ഓർക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യമില്ലാട്ടോ പറഞ്ഞു, പൊതുവെ ആളുകൾ ഓർക്കണമെന്നുണ്ടോ? ഇല്ല. മരണ വീട്ടിൽ പോലും കള്ളക്കരച്ചിലുകൾ കാണുന്ന ഒരു അനുഭവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഓർമ്മ ദിവസങ്ങളിൽ എപ്പോഴും ഇവരിങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ആവണം നിർബന്ധമുണ്ടോ? അല്ല, ഇവരുടെ കാര്യം എന്താ അറിയില്ല. എന്തായാലും ഇതൊക്കെ പേഴ്സണലായ ഒരു കാര്യമാണ്. നമ്മൾ അവരത് അങ്ങനെ ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, നമുക്ക് ചിലപ്പോൾ അൺകംഫർട്ടബിളായിട്ട് തോന്നും. ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ നിന്ന് വന്നിടുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൊടുക്കണം പെടാപ്പാട് പെടുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞ ഒരാൾ രംഗത്തൊന്നും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കാര്യം. തമ്പനയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാൻസും ഇതും പരിപാടികളൊക്കെ കണ്ടിട്ട് സെക്കൻഡ് വൈഫ് വന്ന് ആ സമയത്താണ് രംഗപ്രവേശനം ചെയ്തത്. അല്ലാന്നാണ് എൻ്റേത്. ഇനി വീഡിയോയിൽ എങ്ങനെ പറയുന്നു കേട്ടോ. ഈ ഡാൻസ് കണ്ടിട്ടാണോ ഭാര്യ വന്നിട്ട് സെക്കൻഡ് വൈഫ് വന്നിട്ട് അലക്കാണോ ചെയ്യണത്? ചീത്ത പറയുകയാണോ? അതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇട്ടില്ല. വേറെ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് എന്തൊക്കെയോ കാണിച്ച് എക്സ്പ്ലനേഷൻ അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ജടപടായിട്ട് വരട്ടെ. ഇനിയും കുറച്ച് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് വരും ദിവസങ്ങളിൽ. വരും പാക്കല പുതിയൊരു വീഡിയോ കാണാം. ബൈ. മോനെ കൊണ്ട് പിന്നെ ജോലി ചെയ്യിക്കുകയാണല്ലോ. ഓക്കെ ബൈ.